നമ്മൾ ഇന്ന് ഇവിടെ പറഞ്ഞ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നൽകിയ ഒരുപാട് പാഠങ്ങൾ അവിടെ ഉണ്ടാവില്ലേ. ആ പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കേവലം ഒരു ചരിത്രം മാത്രമല്ല, ആ പാഠങ്ങൾ നമ്മുടെ ഒരു പാരമ്പര്യം കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഈ ഭൂമിയിൽ നിന്നും യാത്രയായ ഒരു സഹോദരി, തീർച്ചയായിട്ടും വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്. പെട്ടെന്നാണ് ആ സഹോദരിയെക്കുറിച്ച് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, കുറച്ച് വൈകിപ്പോയി. നമ്മൾ അവരെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നമ്മളിലേക്ക് തെളിഞ്ഞു വരുന്ന കുറേ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളുണ്ടല്ലോ. അത് വല്ലാത്തൊരു ഗിഫ്റ്റാണ് നമ്മൾ മനുഷ്യന്മാർക്ക് കൊടുക്കുന്നത്. നമ്മൾ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ജോഹർ മാഷ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, കഴിഞ്ഞ ദിവസമാണ് കാരുണ്യവാൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഈ ഭൂമിയിൽ നിന്നും യാത്രയായത്. ഓരോ മനുഷ്യനും തീർച്ചയായും യാത്രയാവേണ്ട ഒരു യാത്ര. ആ യാത്ര അന്ത്യത്തിൽ വെച്ചിട്ട് നമുക്കൊരു അനലൈസ് ചെയ്യാനുണ്ട്. അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതം നമുക്ക് മുമ്പിൽ അവർ ജീവനുള്ള സമയത്ത് കാണിച്ച, നമ്മൾക്ക് മുമ്പിൽ ജീവിച്ച ആ നിമിഷങ്ങളിലേക്കുള്ള തിരിഞ്ഞു നോക്കിയിട്ടുള്ള ഒരനുഭവം ഈ പറയുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന മനോഹരമായ ചിത്രങ്ങൾ. ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പിച്ചിലുള്ള രണ്ടാൾക്കാർ അപ്പുറന്ന് ഇപ്പുറന്ന് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയായിരിക്കും. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഒരേ പിച്ചിലേക്ക് ഭാര്യയും ഭർത്താവും എത്തണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അവർ വരുന്ന പിച്ചിരി തൂയ മുഖവുമായിട്ടുള്ള ഒരു അസുഖമുള്ളപ്പം പോലും അവർ വരിക. ഭർത്താവും അങ്ങനെ, കുട്ടികളും അങ്ങനെ, അവരുടെ വീട്ടുകാരൊക്കെ അങ്ങനെ തന്നെയാണ്. അതാണ് ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളൊരു പാരമ്പര്യം ബാക്കിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഹങ്കാരത്തിൻ്റെ പാരമ്പര്യമല്ല. അഹങ്കരിക്കണമെങ്കിൽ അവർക്ക് ഒരുപാട് അഹങ്കരിക്കാം. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ്റെ മകനും മകൻ്റെ ഭാര്യയുമാണ്. തീർച്ചയായിട്ടും അത്രയിലൊക്കെ അഹങ്കരിക്കാം. പക്ഷെ അതിൻ്റെതായ ഒരു ചെറിയൊരു അംശം പോലും അഹങ്കാരത്തിൻ്റെ ഒരിതില്ലാത്തൊരു കുടുംബം. ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചിട്ട് വർഷങ്ങളായി. ഒരുപക്ഷെ മെഡിക്കൽ സയൻസ് പോലും പറഞ്ഞു ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല, കീമോതെറാപ്പിയൊക്കെ അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ പതിയെ പ്രതീക്ഷ ഏറ്റെടുത്ത് നിന്നും അവർ ഇനി എന്തായാലും രക്ഷയില്ലല്ലോ എന്ന് പറഞ്ഞ പല ആയുർവേദ ചികിത്സകളും മറ്റുമൊക്കെയായി പതിയെ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു തുടങ്ങി. ഒരുപക്ഷെ അസുഖത്തിന് വലിയ മാറ്റങ്ങളില്ലെങ്കിലും മാനസികമായിട്ടുള്ള കരുത്തും ശാരീരികമായിട്ട് അതിനോട് പ്രതിരോധിക്കാനുള്ള ഒരു ചെറിയൊരു കപ്പാസിറ്റിയും കൈവന്നപ്പം അതിന് സാധ്യമായിരിക്കും. എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ പ്രവർത്തിച്ചത് സ്നേഹമാണ്. സ്നേഹം ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലും മറ്റൊരാളോടൊപ്പം ചേർന്ന് നിൽക്കുന്നൊരു മനസ്സ്. പ്രത്യേകിച്ച് പലപ്പോഴും ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ ചികിത്സിച്ച് മടിപ്പും ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനത്തെ അവസ്ഥ അല്ല. ആ ചികിത്സിക്കലും വലിയൊരു അവരെ കൂടെ ചേർത്ത് വെക്കലും, ആ ദുഃഖവേളയിൽ ഏറ്റവും കഷ്ടപ്പാടിൻ്റെ ആ ഒരു സമയത്ത് അവരോട് ചേർന്ന് നിൽക്കലും, അത് തന്നെ വലിയൊരു ആരാധനയും വലിയൊരു ഭക്തിയുമാണ് എന്നൊക്കെ തോന്നലുണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ആലോചിച്ച് നോക്കുക. അത് മനുഷ്യനെ അവരെ കൂടെ ചേർത്ത് നിൽക്കാൻ നമ്മളെ അങ്ങോട്ട് പ്രേരിപ്പിക്കും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും അയ്യോ ഇനിയിപ്പോൾ എങ്ങനെ ജീവിച്ചു പോവുക, അവരെ ഇതാക്കലോ. അതാണ് മനുഷ്യൻ്റെ വിശ്വാസം ഒരു മനുഷ്യനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് തെളിയിച്ചതുമാണ്. നല്ല വിശ്വാസത്തെ വളരെ നന്നായിട്ട് മുറുകെ പിടിച്ചൊരു ഫാമിലിയാണ്. ഒരു ഐക്കോണിക്കാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു. അവരുടെ വല്യപ്പയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കാനൊക്കെ വരുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. ഒരു വലിയ നേതാവാണെന്നുള്ള അഹങ്കാരം ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ. അതുപോലത്തെ ഒരു പാരമ്പര്യം വീടുകളിൽ നിന്ന് പഠിച്ചുകൊണ്ടായിരിക്കും നന്നായിട്ടുള്ള പരിചരണം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ആയുസ് എത്രമാത്രം നമുക്ക് ഈ ഭൂമിയിൽ നീട്ടിയെടുക്കാൻ പറ്റുന്നുള്ളതാണ്. എത്ര വലിയ മാരക രോഗത്തിന് അടിമപ്പെട്ടിരിക്കുമ്പോഴും നമുക്ക് മറ്റുള്ളവരെ ഒന്ന് സ്നേഹിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, നമ്മുടെ സ്നേഹം കൊണ്ടൊരു ചികിത്സ നൽകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ മെഡിക്കൽ സയൻസ് വിധിച്ചതിനും അപ്പുറത്തേക്ക് അവരുടെ ജീവിതം കൊണ്ടുപോകാൻ പറ്റും. ചിലപ്പോൾ മരണത്തിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് വേണ്ട നോർമൽ ഡ്യൂറേഷനിലേക്ക് നീട്ടിയെടുക്കാൻ നമുക്ക് സാധ്യമാകും. ഏറ്റവും വലിയ മരുന്ന് സ്നേഹമാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ മരുന്നാണ് പുഞ്ചിരി നമ്മുടെ ഒരു ബ്രാൻഡായി മാറണം. പുഞ്ചിരി നമ്മളൊരു ബ്രാൻഡായിരിക്കണം. ഒരു മനുഷ്യൻ്റെ ഓർമ്മയിലേക്ക് വരുമ്പോഴേക്കും അവർ കൊടുത്ത പുഞ്ചിരി ആയിരിക്കണം.
എല്ലാവരോടും നമ്മൾ ചിരിച്ചുകൊണ്ട് വരിക, അപരിചിതരോട് പോലും ചിരിക്കുക. അതൊരു മനുഷ്യനെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയൊരു ഗിഫ്റ്റൊന്നുമല്ല, ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. നിങ്ങൾ വലിയൊരു സ്വർണ്ണമാല കൊടുക്കുന്നതിനേക്കാൾ മനോഹരമായൊരു ഗിഫ്റ്റാണ്. തീർച്ചയായും ആ സഹോദരിയുടെ യാത്ര കാരുണ്യവാൻ്റെ സ്വർഗതീരത്തേക്കാവട്ടെ എന്ന് കാരുണ്യവാനോട് കരുളൊഴുകി പ്രാർത്ഥിക്കുകയാണ്. പടച്ചോൻ അനുഗ്രഹിക്കട്ടെ അവരെയും നമ്മളെയും ഈ ഭൂമിയെയും ഈ മനുഷ്യ സമൂഹത്തെയും. എല്ലാവർക്കും പുഞ്ചിരിക്കാനുള്ള ശക്തി നൽകട്ടെ. ആമീൻ.